ഹെവൻസ് ഗേറ്റ് കണ്ടിട്ടാണ് ഹെവൻസ് ഗേറ്റ് കുറെ കാണുന്നതാണ് ചൈനയിലെ സാൻജിയാഗിലുള്ള ഹെവൻസ് ഗേറ്റ്. നിങ്ങൾ കയറാൻ പോകുന്ന 900 സ്റ്റെപ്പുകളാണ്. ഇൻസ്റ്റാഗ്രാം ഇതാണ് റിയാലിറ്റി. ഇൻസ്റ്റാഗ്രാം റിയാലിറ്റി. ഗുഡ് മോർണിംഗ്. നമ്മുടെ 3ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന ട്രെയിന് ഓൺ ടൈമിന് ഇവിടെ റീച്ച് ആയി. ഇതിപ്പോ നമ്മൾ എത്തിയിട്ടുള്ളത് ചങ്ഡേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ചങ്ഡയിൽ ഒരു ട്രാൻസ്ഫർ ആണ്. ചങ്ഡയിൽ നിന്ന് നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ചങ്ഡ അത്ര ഫേമസ് സ്ഥലമല്ല. അപ്പൊ എന്റെ ട്രെയിനിൽ വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഇതായിട്ട് എന്ത് നിങ്ങൾ ചങ്ഡയിലെത്തി, ചങ്ഡയിൽ എങ്ങനെ ടൂറിസ്റ്റ് വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറയാം ചങ്ഡയിലല്ല, ഇവിടുന്ന് ഒരു ട്രെയിനും കൂടി കയറാനുണ്ട്. സാൻജിയാജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവരപ്പം തന്നെ ട്രാൻസ്ലേറ്റർ ഒക്കെ ഓപ്പൺ ആക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ കണ്ടോ, ഇവൻ എൻ്റെ അടുത്ത് ഫ്ലോർ മാറിപ്പോയി കേട്ടോ. പക്ഷെ ഇവൻ എന്റെ കൂടെ വന്നിട്ട് മേലെ വരെ വന്ന് കാണിച്ചു തരാം. ഇവരെ കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞാൽ. കാരണം ഇത്രയും സ്റ്റെപ്പും വെറുതെ കയറി വരേണ്ട ആവശ്യമില്ല. ആശാൻ എനിക്ക് വേണ്ടി നൂഡിൽസ് വരെ വാങ്ങിക്കൊണ്ടുവന്നിട്ടോ. എന്താ ഭയങ്കര ഒരു അതിഥി സ്നേഹം. മസാലകളും സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇവിടെ ചൂടുവെള്ളമുണ്ട്. ചൂടുവെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ചു. ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ട്രെയിൻ വരാണ് കേട്ടോ. നമ്മളിവിടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവന്റെ ട്രെയിൻ 7:57, എൻ്റെ 8:07. ബൈ ബൈ. ഇങ്ങനെ നൂഡിൽസ് ഒക്കെ വാങ്ങിട്ട് നമ്മൾ പോയിട്ടാ. ഇതിന്റെ ട്രെയിൻ ഇപ്പൊ എടുത്തിട്ട് എനിക്കതാ നേരെ കഴിഞ്ഞിട്ട് 8:07 എന്റെ ട്രെയിനുള്ളത് സഞ്ചാഗയിലേക്ക്. അപ്പൊ സഞ്ചാഗയിലേക്ക് ഒരു 50 മിനിറ്റ്സിന്റെ റൈഡ് ഉണ്ട്. ബട്ട് നല്ല ട്രെയിൻ യാത്ര ആയിരുന്നു കേട്ടോ. ഇന്നലെ സത്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് ഞാൻ ഉറങ്ങി. ഒരു ഹോസ്റ്റൽ എടുക്കാത്തതുകൊണ്ടൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതുപോലെ രാവിലെ ആയപ്പോൾ ഇവിടെ എത്തുകയും ചെയ്തു. കണക്ഷൻ ട്രെയിൻ ആയിട്ട് 220 ദിറംസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് 1, 2, 3 അവരെ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞു കിട്ടിയാണ്. അടുത്ത ട്രെയിനിൽ കയറിട്ടോ. ഇത് നമ്മളെ RC ട്രെയിനാണ്. 3/2 വരുന്ന ട്രെയിൻ. അതാ സഞ്ചാഗിലേക്ക് പോവാണ്. നൂഡിൽസ് വെക്കട്ടെ. ഇത് എത്ര സ്പീഡിലാണ് പോകുന്നത്? ഇപ്പൊ 90 പോകുന്നത്. ഇങ്ങനത്തെ സീറ്റിലിരുന്ന് നല്ല രസമാട്ടോ. പുറത്തേക്ക് കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുക. നല്ല വൃത്തിയുള്ള ട്രെയിൻസും പിന്നെ അതിൻ്റെ അതൊക്കെ പാൻട്രി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ലൊരു ട്രെയിനും. ഫുഡ് കഴിക്കാൻ ആകെ 50 മിനിറ്റ്സേ ഉള്ളൂ. സാങ്ജിയാജയിലെത്തി. ഈ സാങ്ജിയാജയിലേക്ക് ഒരു ബുള്ളറ്റ് ട്രെയിനിലാണ് വന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു വ്യൂ ഉണ്ടോ? ഇത് തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പിക്ചർ തരും. സാങ്ജിയാജ് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതല്ല. മൊത്തം മൗണ്ടൻസും കാര്യങ്ങളാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അവതാർ മൗണ്ടൻസ്, പിന്നെ അഡ്വഞ്ചറസിന്റെ പേരിട്ട കിക്സിംഗ് മൗണ്ടന്, പിന്നെ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ഫ്രോങ്, അതൊക്കെ വരുന്നത് ഈ സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു ബസ് എടുത്തിട്ട് വരാനാണ് ഹോസ്റ്റ് പറഞ്ഞത്. പക്ഷെ 10 എന്ന് പറയാം. ഇവിടെ എത്തുമ്പോൾ 16 നമ്പറാ കാണിക്കുന്നുള്ളൂ. ഈ ബസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. എല്ലാം സിംഗിൾ ഡിജിറ്റ് അല്ല 2 ഡിജിറ്റ് നമ്പറേ ഉള്ളൂ. ബസ്സിനൊക്കെ ആകെ 2 യുവാൻ കേട്ടോ. ആകെ ഇവിടേക്ക് ടാക്സിക്ക് 12 ഉള്ളായിരുന്നു. പക്ഷെ അന്ന് ബസ് കയറി നോക്കിയതാ. ഓൾമോസ്റ്റ് സെയിം ടൈമാണ്. പിന്നെ നല്ല രസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ സീറ്റ് എണീറ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര കാര്യം. അവർക്ക് ഭാഷ എന്നറിയില്ല. പക്ഷെ നിങ്ങൾ ലൈക്കൊക്കെ അടിച്ചിട്ട് താങ്ക് യു എന്നൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റൂമിൻ്റെ റിവ്യൂ ഒന്നുകൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്തൊരു വലിയ ഹോട്ടലാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് പ്ലസ് ഒരു ഹോട്ടൽ സെറ്റപ്പാണ്. റൂമിലൊക്കെ ഞാൻ കയറുന്നുള്ളൂ. ഒരു ലോങ് കോൺവെർസേഷൻ ആയിട്ട് ഇവരായിട്ട് കേട്ടോ. ഒരേ നേരം ഇരുന്നിട്ട്. കാരണം സാൻജിയാഗോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിയാൻമെൻ മൗണ്ടൻ പോകാനുണ്ട്, ഫോറസ്റ്റ് പോകാനുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കുറേ ഡൗട്ട്സ് ഇവർക്ക് ഫുള്ള് നന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നം ഇവർക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് കുറേ നേരം നമ്മൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് സംസാരിച്ചു. എനിക്കൊന്ന് മോർ ദാൻ ½ an hour ആയി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് കയറട്ടെ. നല്ല രസമല്ലേ കാണാൻ. ഇനി അടുത്ത് മേലോട്ട് പോട്ടെ. ഒരു ലോങ് ജേർണി കഴിഞ്ഞിട്ട് വന്നതാണ്. ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇതാണ് നമ്മളെ റൂം വരുന്നത് കേട്ടോ. അതാണ് ഒരു മണാലി ഫീൽ ഉണ്ടെന്ന് പറയാൻ കാരണം ഇവിടെ നോക്കിയാൽ ടിയാൻമെൻ മൗണ്ടൻ കാണുന്ന അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് റൂമിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ ഈ ടൈപ്പ് ബെഡ്സാണ് ഉള്ളത്. കുറച്ചുകൂടി നല്ല രസം. ക്യാപ്സ്യൂൾ എന്നാണ് അതിന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിടക്കാം. സൈഡിൽ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. അയൺ ലോക്കർ ഉപയോഗിക്കാം. ഹോട്ടലിൽ തന്നെ ഒരു ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കാരണം മല കയറി കഴിഞ്ഞാൽ അവിടെ ഒന്നും കിട്ടില്ല. നമ്മൾ രാത്രി തിരിച്ചു വരുള്ളൂ. അപ്പോൾ റൈസ്, ഒരു ലീഫ് വെജിറ്റബിൾ, ഇത് എഗ്ഗിൻ്റെ സൂപ്പാവില്ല, എഗ്ഗ് വിത്ത് ടൊമാറ്റോ. ഇതാണ് ചിക്കൻ. ഞാൻ വേറെന്തോ ചിക്കനാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് വേറെന്തോ ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. നല്ല ഫുഡാട്ടോ. ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ട്. ചിക്കനൊക്കെ നോക്ക്. ഇതാണ് ചിക്കൻ. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നേരെ ദീദി ബുക്ക് ചെയ്തു. ഇവിടെ ദീദി ഭയങ്കര ചീപ്പാണ് കേട്ടോ. 5 യുവാനോ 6 യുവാനോ അങ്ങനെയുള്ള ഞാനിപ്പോൾ പോകുന്നതിന് ആലോചിച്ചാൽ 3 ദിറംസിനൊക്കെ ആണെങ്കിൽ
ടാക്സി കിട്ടുന്നത്. ഞാന് എന്റെ 12 to 1 മണിയാണ്ടോ സ്ലോട്ട്. ഞാൻ 1 മണിക്ക് എത്തിയ, എത്ര മണിക്ക് എത്തിയാലും ക്യൂ നിൽക്കാന്ന് പറഞ്ഞത്. ഇതിപ്പോ കസാര കളിയാ. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ആൾക്കാർ പോയി കഴിഞ്ഞാൽ അടുത്ത ലൈൻ നമ്മളിരിക്കാം. പിന്നെ അടുത്ത ബാച്ച് വന്നോണ്ടിരിക്കുന്ന ഇതിന്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും എത്ര വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം $42 നമ്മൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വേൾഡ് ലോങ്സ്റ്റ് കേബിൾ കാറിലേക്കാണ് കയറാൻ പോകുന്നത്. 7.45 കിലോമീറ്റർ, ഏകദേശം 30 മിനിറ്റ്സ് കിട്ടും കവർ ചെയ്യാൻ. ഇപ്പൊ ഏകദേശം 8 പേരുണ്ട് ഇതിനകത്ത്. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകാനുണ്ടോ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റിയിൽ നിന്നാണ്. എവിടെ എന്റെ കാണിച്ചാൽ ആ മൗണ്ടൻ വരെ നമുക്ക് പോകണം കേട്ടോ. ടിയാൻമെൻ മൗണ്ടനിലുള്ള ടിയാൻമെൻ കേവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേബിൾ കാറിൽ കയറിയിട്ടുള്ളത്. ഈ കേബിൾ കാർ ഏകദേശം 7 കിലോമീറ്ററോളം നീളത്തിലാണുള്ളത്. അതായത് വേൾഡിലെ ലോങ്സ്റ്റ് ഹൈ മൗണ്ടൻ പാസഞ്ചർ കേബിൾ വേസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. 30 മിനിറ്റ് എടുക്കുന്ന ഈ ദീർഘയാത്രയിൽ നമുക്ക് നമ്മൾ സിറ്റിയിൽ നിന്ന് ഇപ്പോൾ തുടങ്ങി, സിറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊണ്ട് ഫോറസ്റ്റ് വരും, പിന്നെ ക്ലിഫ്സും, പിന്നെ അതിനിടയിൽ നമ്മൾ ഫേമസ് ആയിട്ടുള്ളൊരു 99 ബെൻഡ് റോഡ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടിയാൻമെൻ മൗണ്ടനിൽ എത്തുന്നത്. ഇതിനുള്ളിൽ നമുക്ക് ഒരുപാട് ദൂരം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പോയ ജൂൺ സമയങ്ങളിലൊക്കെ അവിടെ സ്വാഭാവികമായിട്ടൊരു മെയിൻ്റെനൻസ് നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം പകുതി വരെ കൊണ്ടുപോകുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് നമ്മൾ ഈ പറഞ്ഞ 99 ബെൻഡ് റോഡിലൂടെ ബൈ ബസ്സിലാണ് നമ്മൾ മുകളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഫുൾ യാത്രയായിട്ട് ഇപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അല്ലാത്ത സമയങ്ങളിൽ വരാണെങ്കിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ്ലി കേബിൾ വേ സിറ്റിയിൽ നിന്ന് തുടങ്ങി ടിയാൻമെൻ മൗണ്ടൻ വരെ പോകാവുന്നതാണ്. ഇപ്പൊ നമ്മളൊരു കേബിൾ കാർ ഇറങ്ങിയില്ല. ഇത് ആക്ച്വലി മേലെ വരെ പോകും, ആ ട്രിപ്പിൾ9 മൗണ്ടനിലൂടെ. പക്ഷെ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്താണ് നമ്മളെ ഇവിടെ പകുതിയിൽ ഇറക്കാനുണ്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടുണ്ട്, വയനാട് ചെറുമാതിരി വളഞ്ഞ് പോകുന്ന റൂട്ടുണ്ട്. ആ റൂട്ട് കാണാൻ പറ്റുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അവരെ കൂടെ ഇനി ബസ്സിലാണ് കൊണ്ടോ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ആദ്യം തന്നെ അവിടെ കയറിയിരുന്നേ. ഞാൻ ചോദിച്ചു വാങ്ങി അടുത്ത ബസ്സിൽ ഫസ്റ്റ് പോയാൽ മതിയായിരുന്നേ. അവിടെ കഴിഞ്ഞ ബസ്സിനൊക്കെ പാസ് ചെയ്ത് കയറി ഇവിടെ ഇല്ല. കാരണം ഫ്രണ്ടിൽ ആ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് തന്നെ ഇരിക്കണ്ട. ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഒരു മുടക്കവും ഇല്ല. പെട്ടെന്ന് കഴിക്കുന്നുണ്ട് അവര്. അപ്പൊ നമ്മളിങ്ങനെ നേരെ മേലോട്ട് കയറാണ്. നേരെ നമ്മുടെ ഹെവൻ ഓഫ് ലാഡർ ഒക്കെ കാണുന്ന സാധനം. ഇത് കേബിൾ കാറിന്റെ ടോപ്പിന് ശരിക്കും കാണാൻ പറ്റുമായിരുന്നു ഈ ഒരു പെന്റ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അവിടെ മെയിന്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഹാഫ് ഓഫ് ദ കേബിൾ കാർ ഒരു ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാ വർഷവും എന്തോ ചെറിയ മെയിന്റനൻസ് ഉണ്ടാവും പോലും. ഇതിന്റെ മേലെ കയറി ചെന്നിട്ടാണ് നമുക്ക് കയറാനുള്ള 999 steps to ladder. എന്റെ മോനെ നോക്കണോ, 999 സ്റ്റെപ്പാണ് കയറിയിട്ട്. അതല്ല ക്രൗഡ് മുഴുവൻ കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയിട്ട് ഇത്ര ക്രൗഡ് കണ്ടാൽ പോരാന്ന് തോന്നുന്നത്. വീക്ക് ഡേയ്സിലായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കയറാനാണ് വിധിയുള്ളതെന്ന് തോന്നുന്നു. സോ അഡീഷണൽ ഒരു ഇൻഫർമേഷൻ വേണ്ടവർക്ക് പറഞ്ഞുതരാം. ഈ സാധനം കയറണ്ട എന്നുള്ളവർക്ക് ഇവിടുന്ന് എസ്കലേറ്റർ എടുക്കാൻ പറ്റും കേട്ടോ. എസ്കലേറ്റർ എടുത്താൽ നേരെ അത് മുകളിലേക്ക് പോകാൻ പറ്റും. താഴോട്ടുള്ള എസ്കലേറ്റർ ഫ്രീ ആണ്. അപ്പോൾ എസ്കലേറ്റർ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ 32 യുവാനേ ഉള്ളൂ കയറാൻ. ചെറിയ പൈസ ഉള്ളൂ മേലോട്ട് കയറാൻ. പക്ഷെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇത് മേലോട്ട് കയറണത്. അപ്പോൾ ഞാൻ നടന്ന് കയറിയിട്ട് തിരിച്ച് എസ്കലേറ്ററിൽ ഇറങ്ങാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു 7 മണി ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കാൻ വേണം. സോ ഇത് നമ്മളിപ്പോൾ നടന്ന് തന്നെ കയറാൻ പോവാം. ഇതൊക്കെ എന്ത് ഇതിനപ്പുറവും ചാടിക്കിടന്നവരല്ല ഈ KK ജോസഫ്. 999 സ്റ്റെപ്പ് ഈസ് നത്തിങ് മാൻ. നമുക്ക് കയറാൻ പറ്റും. തിരിച്ച് എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ സംബന്ധിച്ച് ആലോചിച്ച് നോക്കി ഇതിനുള്ളിലൂടെ ഉണ്ടാക്കി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സ്റ്റെയർസ് ടു ഹെവൻ എന്ന് പറഞ്ഞ 999 സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ കയറുന്നത്. അതല്ലെങ്കിൽ നമുക്കത് അവിടെ കാണിച്ച മാതിരി എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്ററിൽ കയറിയിട്ട് ഇവിടെ എത്തട്ടോ. കാരണം ഇവിടെ ടിയാൻമെൻ കേവ് ഇതിൻ്റെ ഒരു മിഡിൽ, അതായത് ഇവിടെ കയറി ചെല്ലുന്നിടത്താണ് ടിയാൻമെൻ കേവ് ഉള്ളത്.
അപ്പം ഇതിൻ്റെ അവിടെ പിന്നെ ഇവിടുന്ന് വീണ്ടും മേലോട്ട് ട്രാൻസ്മിൻ എസ്കലേറ്റർ എടുത്ത് പോയി കഴിഞ്ഞാൽ ടർബുലൻ്റ് വാട്ടറിലെത്തും. എനിക്ക് തോന്നുന്നു വീണ്ടും എസ്കലേറ്റർ താഴോട്ട് ഇറങ്ങാൻ ഫ്രീ ആണ്. ടിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ള ഇവിടെയാണ്. സോ ഏതായാലും നമ്മളിവിടെ വന്ന സീക്രട്ട് അഡ്വഞ്ചർ എന്ന നിലക്ക് നമ്മളൊന്ന് കയറി നോക്കട്ടെ. എന്താ മക്കളെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ കേട്ടോ. 10 സ്റ്റെപ്പ് നമ്മൾ കിതയ്ക്കും. അപ്പോഴാണ് ട്രിപ്പിൾ ഇനി അങ്ങോട്ടുള്ള താഴോട്ടുള്ള ആൾക്കാരെയും കാണിച്ചു തരാം. ഇതുണ്ടോ ആൾക്കാരെ അവിടെ നിന്ന് കൂടെ കയറാൻ വേണ്ടി നിൽക്കട്ടോ. കുറേ ആൾ എസ്കലേറ്ററാണ് എടുക്കുന്നത്. കുറച്ച് ക്രേസി ഉള്ള ആൾക്കാർ ഇതിന്റെ കയറി പോകുന്നുണ്ട്. മക്കളെ 999 സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് ബിസ്മില്ലാ കയറി പോട്ടെ. എത്ര ടൈം എടുക്കുന്നുള്ളത് ഞാൻ അവിടെ എത്തുമ്പോൾ കാണാം. സ്ലോലി ഉയരത്തെക്കുറിച്ച് ചിന്തിക്കാതെ താഴെ എന്നുള്ളത് മെല്ലെ മെല്ലെ കയറിയാൽ മതി. ശരിയായ കുത്തനുള്ള കയറ്റാണ് കേട്ടോ അത്. നമുക്ക് സ്റ്റീപ്പായിട്ട് മേലോട്ട് നമ്മളിപ്പം തന്നെ ഒരു 19 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടാവേണ്ടതാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് സത്യത്തിൽ കോണിപ്പടി ഇല്ലാത്തത് നോർമൽ പെട്ടെന്ന് കയറാൻ പറ്റുന്ന സ്റ്റെപ്പും ഈ കോണി വരുന്നത് സ്റ്റീപ്പാണ്. ഇത് പ്രതീക്ഷ 100 വെച്ച് കയറാം. അപ്പം ഞാൻ മേലോട്ട് നോക്കി ഞെട്ടിപ്പോയി. ഏറ്റവും ടോപ്പിലേക്ക് ഫുള്ള് ഹാൻഡ് റെയിൽ, അതായത് ഫുള്ള് സ്റ്റീപ്പായിട്ട് കയറുന്നതെന്ന് അർത്ഥം. അപ്പോൾ പണി പാളി. എന്തായാലും നമ്മൾ ഹാഫ് പിന്നിട്ടോ പെട്ടെന്ന് തന്നെ. ഓ വയസ്സായി നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ വളഞ്ഞു കാണുന്നില്ലേ, അതാണ് കേട്ടോ നമ്മളെ റോഡ്. നമ്മൾ നേരത്തെ വന്ന താഴോട്ട് ബസ് ഏതാ പോകുന്നുണ്ട്. എൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അമേസിങ് വ്യൂ അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ. എന്താ ആൾക്കാർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. Finally, we made it to the 999. 18 മിനിറ്റ് കൊണ്ട് ട്രിപ്പിൾ നയൻ ലാഡർ കയറി കഴിഞ്ഞട്ടോ. അപ്പോൾ ഒരു ചായക്ക് മധുരം കൂടുന്നവരെ ചായ ഇല്ലാത്തതുകൊണ്ട് തേങ്ങാ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല കരിക്ക് വെള്ളമുണ്ട്. അമേസിങ്. നല്ല ബ്രീസ് ഉണ്ട് കേട്ടോ. ആ ക്ലിഫ് അതിൻ്റെ മുകളിൽ ചേർത്ത് ഉണ്ടാക്കിയത് ആലോചിച്ച് നോക്കി. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ, ഓഫ് ഒരു രക്ഷയില്ല കേട്ടോ. ടോപ്പ് വരാണ് തീരുന്നില്ല. ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഇങ്ങനെ സ്റ്റെയർ പോയിക്കൊണ്ടിരിക്കട മേലോട്ട്. എന്മാരത് എത്ര സ്റ്റെയർ ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയാണ് താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെയർ എന്ന് തോന്നുന്നു. ട്രിപ്പിൾ നയൻ ലാഡറിനെ എന്റെ മോനെ അബദ്ധമെല്ലാം കയറി വന്ന് എടാ 10 എസ്കലേറ്റർ ഞാൻ കയറിയിട്ടാ മേലെത്തി. അതിന്റെ പുറമെ നോക്ക് താഴോട്ട് ഒമ്മാരിക്കൂ. എന്റെ പടച്ചോനെ ഒന്നുമല്ല പാരച്യൂട്ടിട്ട് പോയാലോ. ആളും ഇതൊക്കെ ഉണ്ടെങ്കിലും വ്യൂ കിടിലാട്ടോ. ഗംഭീര വ്യൂ, ഒന്നും പറയാനില്ല. ഇഷ്ടമാണ്. സൂപ്പർ ഗംഭീരം കേട്ടാ. ഇവിടെ ആണെങ്കിൽ ഫുൾ ആളെന്നെല്ലാം വെച്ചാൽ ഹെവി ആൾക്കാർ. ഞാൻ ആ ക്ലിഫ് കാണാൻ കൂടി വന്നതാണ്. ആ ഗ്ലാസ് എല്ലാം ഉണ്ടല്ലോ അത് കയറെല്ലാം വെച്ചിട്ടാ. വെറുതെ ഉള്ള കുറെ ആൾക്കാരൊക്കെ ട്രിപ്പിൾ നയൻ ലാഡർ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പോകുന്നുണ്ട്. കാരണം ഇത് ചില്ലറന്നല്ല കേട്ടോ. ആ മൗണ്ടിന്റെ ടോപ്പിലേക്ക് കേട്ടോ. ഇപ്പൊ മൗണ്ടിന്റെ ഹൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു 3-4 വരെ കൗണ്ട് ചെയ്ത് പിന്നെ ഞാൻ ഞെട്ടിപ്പോയി. അതായത് അത്രയും എസ്കലേറ്റർ ഇങ്ങനെ കേൾക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ താഴോട്ട് ഫുള്ള് ക്യൂ. ഇപ്പൊ ഇറങ്ങി തുടങ്ങിയ 1 മണിക്കൂർ കൊണ്ട് താഴത്താ. നമ്മുടെ മിസ്സായ ഒരു വ്യൂ ഉണ്ടല്ലോ അതൊക്കെ. നമ്മൾ അവിടെ നിന്നൊക്കെ ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞ് വന്നതല്ലേ. ഒരു ഐസ്ക്രീം വാങ്ങി ഞാൻ ഈ വ്യൂ എല്ലാം കണ്ടേ. അത് നോക്ക്, ഏതാ വ്യൂ. അതാ നമ്മളെ ബസ്സിൽ നിന്ന് ആൾക്കാരെ കയറ്റി കൊണ്ടുവന്ന് അങ്ങോട്ടോ. നമ്മൾ താഴെ എത്തിയിട്ട് അവിടുന്ന് കേബിൾ കാർ പോയി സിറ്റിയിലെത്തണം. നമ്മളിന്ന് താഴെത്തുമ്പോൾ നല്ലൊരു ടൈമോ. ഫുള്ള് കാട്ടിലൂടെ ഇതൊരു ലോകം തന്നെയാണ് ഇട്ടത്. ഓഫ്, I thought half day is enough, but this is too much here. അടുത്ത ഈ താഴത്ത് കാടിറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ടിക്കറ്റ് എടുക്കണം പോലും ഈ ഗ്ലാസ് ഡോറിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ അതെടുത്തിട്ട് അതിന് വേണ്ടി വന്നതാണ്. നമ്മൾ മെയിനായിട്ട് ഇതിവിടെ കാണാമെന്ന വേറൊരു സാധനമുണ്ട്, അതിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, ത്രൂ ദ ക്ലിഫ് വാക്കിംഗ് ഗ്ലാസ്. നിങ്ങൾ ചൈനയിലെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഗ്ലാസിന് മുകളിൽ കൂടെ നടക്കുന്നത്. ഇത് ശരിക്കും ഇതാ മതിലിൻ്റെ മുകളിൽ പുറത്തേക്ക് കെട്ടി ഉണ്ടാക്കിയതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. ചൈനയുടെ അത് ബ്രിഡ്ജ് കാണുന്നുണ്ട്.
ഷാൻജാങ് വില്ലേജ്. ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം വിഷസ് റീലിന്റെ അവസ്ഥയാണ്. ഈ സാധനം ഇവിടെ തന്നെ കിട്ടും, ഒന്നും വാങ്ങി വരണമെന്നില്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ മോളൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. കാണാൻ ആൾക്കാർ നിന്നരും, പക്ഷെ എന്നാലും ഇങ്ങനെ കടലുമായിട്ട് ആൾക്കാർ നമുക്ക് തോന്നുന്നില്ലല്ലോ. ബട്ട് വ്യൂ വൈസ് അബ്സല്യൂട്ട്ലി അമേസിങ്. എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ ഇവിടെ രാവിലെ വരുന്നതാണ്. ശരിക്കും ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാമബിൾ സാധനം ഇതാണ്. ഗ്ലാസ്മ കൂടെ നടന്നു വരുന്നത് കണ്ടോ. കറക്റ്റ് ആ മൗണ്ടൈൻ്റെ മുകളിൽ കെട്ടി പുറത്തേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു ക്ലിഫ്. സമ്മതിക്കണം അത്രയും. പക്ഷെ ഒരാളൊക്കെ കൂടെ നടക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒരു പേടി തോന്നാത്തത്. അത് പക്ഷെ എന്താ വെച്ചാൽ ഇവര് മൊത്തം എല്ലാ സ്ഥലത്തും കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ആക്ച്വലി ഇതെല്ലാം മലകളെ തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും വളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാ സ്ഥലത്തും അവർ വെച്ചിരിക്കുന്ന ലൈറ്റ്സ് തന്നെ. പക്ഷെ ഇതുണ്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായത്. ആക്ച്വലി എല്ലാം ആലോചിച്ച് നോക്കി, പാറ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ എത്ര ഹൈറ്റിൽ എസ്കലേറ്റേഴ്സും കാര്യം ഉണ്ടാക്കാറുണ്ടെങ്കിൽ അമ്മമാരുടെ ഐഡിയ ഉണ്ടല്ലോ അല്ല. നെക്സ്റ്റ് സത്യം പറയാലോ, സ്റ്റെപ്പ് കയറണാണ് ഇതിനെക്കാളും നല്ലത്. സ്റ്റെപ്പ് കയറാൻ ഞാൻ ആകെ എടുത്തത് 18 മിനിറ്റ്. അതിൻ്റെ ഉള്ളിൽ കൂടെ എസ്കലേറ്ററിൽ ഇറങ്ങിയ എത്ര എസ്കലേറ്റർ ഉണ്ടാവും. ഓൾറെഡി മേലെ നിന്ന് ഒരു 10,000 ഇറങ്ങിയിട്ട് ഇറങ്ങി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരാൻ തന്നെ കറങ്ങി. അതായത് ഈ മലന്റെ ഉള്ളിലൂടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. ഇവിടുന്ന് കയറി അങ്ങനെ ഞങ്ങൾ ആദ്യം എല്ലാവരും കഴിക്കുന്നത് എത്രയും കയറുന്നില്ല എസ്കലേറ്റർ കയറിയാൽ പറയുന്നത്. കേരളം ഒന്നും വലിയ പണിയൊന്നുമില്ല. ഞാൻ പറയാം 10-20 മിനിറ്റ് കൊണ്ട് ആർക്കൊരു നോർമൽ നല്ല ആവറേജ് ആരോഗ്യമുള്ള ആൾക്കാർക്ക് തന്നെ കയറാൻ പറ്റും. മാക്സിമം പോയി 1 മണിക്കൂർ. ഇതിലൂടെ വരുന്നതിനേക്കാളും നല്ല ഇതൊരു എക്സ്പീരിയൻസും ആവും, കാലിനൊക്കെ നല്ലൊരു എക്സസൈസ് ആവും. പിന്നെ വൈകിട്ടായപ്പോൾ ചെറുതായിട്ട് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്ത് എത്രത്തോളം ഇതിൽ വിസിബിൾ ആണെന്ന് അറിയില്ല. എന്താ പറയാ, മൊത്തം അതിന്റെ സൈഡിൽ കൂടെ ലൈറ്റ് വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ നല്ല തണുപ്പുണ്ട്. എന്താ പറയാ, മൗണ്ടൻ ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കുറച്ച് ആൾക്കാർക്ക് എപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഷോ കാണാൻ വേണ്ടിയിട്ട്. 8 മണിക്ക് അങ്ങനെ ലാസ്റ്റ് ബസ്സുള്ളൂ, അപ്പോഴേക്ക് കയറിയും വേണം. നമ്മൾ നേരത്തെ കയറി 999 ലാഡറിന്റെ മുകളിൽ ലൈറ്റ് ആയിട്ടാണ് കേട്ടോ. കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് നൈസായിട്ട്. നല്ല തണുപ്പും. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സിറ്റി ഫുള്ള് ലൈറ്റപ്പ് കാണാൻ പറ്റും. അമേസിങ് ഗോൾഡൻ ഹവർ അല്ല. ബൈ ബൈ ടിയാൻമാൻ. സോ ഇതൊരു അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ടേക്ക് ഔട്ട്സ് പറയുകയാണെങ്കിൽ Trip.com എന്നാണ് ടിക്കറ്റ് എടുത്തത്. $40 എടുത്തു. അതിനകത്ത് ഈ അപ്പ് ആൻഡ് ഡൗൺ മറ്റേ നമ്മളെ കൊണ്ടുവരുന്ന എലിവേറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയെല്ലാം എടുക്കണം. പക്ഷേ ഈ എലിവേറ്റർ എടുക്കണ്ടല്ലോ, സ്റ്റെപ്പ് കയറുന്നതാണ് ബെസ്റ്റ്. സ്റ്റെപ്പ് കയറി മേലെ എത്തിയാൽ ആകെ ഗ്ലാസ് വാക്കിലേക്ക് നടക്കാൻ ഒരു 5 ഒരു ടിക്കറ്റ് എടുക്കാം. 5 ഇതിൻ്റെ യുവാൻ്റെ കേട്ടോ. പിന്നെ അതുമല്ല മേലെ ഈ ചെറിയ ഹോട്ട് ഡോഗ്സ് പിന്നെ ഐസ്ക്രീംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ പൈസക്ക് കിട്ടും. 10, 6, 7 തന്നെ ഉള്ളൂ. സോ ഇറ്റ്സ് ഫൈൻ. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഈ ടിക്കറ്റും കാര്യങ്ങളൊന്നും അല്ലാണ്ട് പിന്നെ തിരിച്ചിറങ്ങുന്ന എസ്കലേറ്ററൊക്കെ ഫ്രീയാണ്. നല്ല ടൈമാണ്. അപ്പോൾ വരുമ്പോൾ വീക്കെൻഡ്സ് ഒഴിവാക്കുക, പരമാവധി ഇവരെ ഹോളിഡേയ്സ് ഒഴിവാക്കുക. അങ്ങനെയുള്ള ദിവസങ്ങൾ വന്നാൽ മതി. പിന്നെ വൈകുന്നേരത്തെ ലൈറ്റ് ഷോ ഇറ്റ്സ് ഫൈൻ. ഉച്ചയ്ക്ക് ശേഷം വരാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. മോർണിംഗ് ഒക്കെ വരാണെങ്കിൽ വെയിറ്റ് ചെയ്യരുത്, ജസ്റ്റ് തീർക്കുക. അങ്ങനെ പോയാൽ മതി. ബ്യൂട്ടി മാൻ, ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ സാധനം അല്ലേ. 你可以写到吗？这时候好看。哎，爸爸，你看这么多，他给你买个灯泡吧，他灯泡。അങ്ങനെ ഡിന്നർ ഓഫ് ദ ഡേ ടൈമായി. കാരണം നമ്മൾ കയറിയിട്ട് ഓർഡർ ചെയ്ത് ഇന്നലെ എനിക്ക് ട്രെയിനിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് നൂഡിൽസ്, അതായത് ഹാൻഡ് മെയ്ഡ് റൈസ് നൂഡിൽസ് വിത്ത് ബീഫ് സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ലോക്കൽ ഡിഷാണ് പോലും. അപ്പം അതുകൊണ്ട് അതന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നോക്കണേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡിനുണ്ടായിരുന്നത് നമുക്ക് ഇന്നലെ ട്രെയിനിലാൻ പറഞ്ഞ പോലെ റൈസ് നൂഡിൽസ്, ഹാൻഡ് മെയ്ഡ് റൈസ് നൂഡിൽസ് വിത്ത് ബീഫാണ്. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിന്റെ പേരെന്നാണ് എനിക്ക് പറഞ്ഞ റജ്വാൻ നൂഡിൽസ് അങ്ങനെയാണ് ഇതിന്റെ പേര്. സോ ഇറ്റ് വാസ് ഗുഡ്. അത്യാവശ്യം കുറെ ഫോറിനേഴ്സ് വന്നിട്ട് കഴിക്കുന്നത് ഇവിടുന്നാണ്. അപ്പം നമ്മൾ ഇന്നത്തെ സെക്കൻഡ് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടു. ഉച്ചല്ലൊരു 10 മണിയാകുമ്പോൾ എത്തിണ്ടായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് നമ്മളവിടെ പോയിട്ട് ഇപ്പോൾ രാത്രിയാണ് ടിയാൻമാനിന് വരുന്നത്. ടിയാൻമാൻ ഇസ് സോ ഗുഡ്. എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. സോ ഇന്ന് പിന്നെ നമ്മൾ നേരെ DD എടുത്ത് റൂമിലേക്ക് പോകുന്നുള്ളൂ. വൈൻഡിങ് അപ്പ് ഫോർ ദ ഡേ.